നമസ്കാരം. ജ്യോതിഷപ്രകാരം ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ സംഭവിക്കുന്ന ദിവസമാണ് വന്നു ചേർന്നിരിക്കുന്നത്. 2025 ആദ്യ ശനിയുടെ അസ്തമയം ആരംഭിക്കുമ്പോൾ പല വിധത്തിലുള്ള മാറ്റങ്ങൾ ജ്യോതിഷപരമായി സംഭവിക്കുന്നതാണ്. ശനി വിവിധ ഘട്ടത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നതാകുന്നു. ഈ സമയം പല വിധത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഈ രാശിക്കാർക്ക് ശനിയുടെ അസ്തമയം ഏറ്റവും ശുഭകരമായ ഫലങ്ങളാണ് പ്രദാനം ചെയ്യുന്നത്. ഏതെല്ലാം രാശിക്കാർക്കാണ് ഈ സൗഭാഗ്യങ്ങൾ തേടിയെത്തുക എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇടവം രാശി. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാരാക്കുന്നു. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾക്ക് സഹായകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു. ശനിയുടെ അസ്തമയം സ്ഥിരതയും സാമ്പത്തിക വളർച്ചയും ധാരാളമായി ഇവർക്ക് നൽകുന്നു എന്നതാണ് വാസ്തവം. കഠിനാധ്വാനം ചെയ്യുന്നതിൻ്റെ പൂർണ്ണമായ ഫലം ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാണ്. കൂടാതെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. ബിസിനസ് പരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി ഭവിക്കുന്ന സമയമാകുന്നു. നേട്ടങ്ങളിലേക്ക് എത്തുവാൻ സഹായകരമായ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരും. കരിയറുമായി ബന്ധപ്പെട്ട് പുരോഗതിയിലേക്ക് കുതിക്കുന്ന സമയമാണ് എന്നതുകൊണ്ട് തന്നെ പല വിധത്തിലുള്ള പോസിറ്റീവായ മാറ്റങ്ങളും ജീവിതത്തിലേക്ക് ഇവർക്ക് വന്ന് ചേരാവുന്നതുമാണ്. ഈ സമയം ആഡംബരത്തിൻ്റെ പുതിയ ഘട്ടങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കുന്നതാകുന്നു. കൂടാതെ അധ്വാനത്തിൻ്റെ ഫലം നിങ്ങളെ തേടി എത്തുന്നു എന്നതാണ് വാസ്തവം. ജീവിതത്തിലെ ഏറ്റവും മികച്ചതായ കാര്യങ്ങൾ ആസ്വദിക്കുന്ന സമയം കൂടിയാണ് ഇത്. ഈ സമയം നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ധനപരമായ നേട്ടങ്ങൾ കടന്നു വരാം. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ കൂടുതൽ നേട്ടങ്ങൾ കടന്ന് വരുന്നതായ സമയമാകുന്നു. ഈ സമയം പ്രധാനമായും ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം. ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുകയാണ് എങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും. കൂടാതെ ജീവിതത്തിലേക്ക് കരിയറുമായി ബന്ധപ്പെട്ട് വളരെയധികം പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുന്ന സമയമാണ്. ജോലിയുമായി ബന്ധപ്പെട്ടുള്ള ശ്രമങ്ങൾ വിജയങ്ങൾ കാണുന്നു എന്നതും അറിയേണ്ടതായ പ്രധാനപ്പെട്ട കാര്യമാകുന്നു. ഈ സമയം ചില വ്യക്തികൾ മൂലം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നതായ പലവിധ കഷ്ടതകളും ദുരിതങ്ങൾക്കും പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം ധനപരമായ ആവശ്യങ്ങളുണ്ട് എങ്കിൽ പോലും അത് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ലഭിക്കുകയോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നും സഹായമായി ലഭിക്കുകയോ ചെയ്യാം. വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലും അനുകൂലമായി ഭവിക്കുന്ന സമയമാണ്. പല കാര്യങ്ങളും ആലോചിച്ച് മനസ്സ് വിഷമിച്ചിരിക്കുന്നതായ സമയമാണ്. മനസ്സിന് മടുപ്പ് തോന്നിയിരിക്കുന്നതായ സമയം എന്ന് തന്നെ പരാമർശിക്കാം. അതിൽ മാറ്റങ്ങൾ വന്നു ചേരുന്ന സമയമാകുന്നു. കാരണം കാര്യവിജയങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളും ശുഭവാർത്തകളും നിങ്ങളെ തേടിയെത്തുന്നു എന്നതാണ് വാസ്തവം. ഈ സമയം ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ ഏവരും ശ്രമിക്കുക. ചിങ്ങം രാശി. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സമയമാണ്. പല കാര്യങ്ങളും ആലോചിച്ച് മനസ്സ് മടുത്തിരിക്കുന്നതായ ഒരു സമയമാണ്. കാരണം കാര്യവിജയങ്ങൾ പോലും നേടുവാൻ സാധിക്കാതെ മനസ്സ് വളരെയധികം വിഷമിച്ചിരിക്കുന്നതായ സാഹചര്യം. കൂടാതെ ഈ സമയം കാര്യവിജയങ്ങൾ നേടുവാൻ സാധിക്കാതെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. കാര്യവിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. ചെയ്യുന്നതായ പ്രവൃത്തികൾ വിജയത്തിലേക്ക് എത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ നിങ്ങൾക്കൊപ്പമുള്ള വ്യക്തികൾക്ക്, അത് കുടുംബാംഗങ്ങൾക്കും പങ്കാളിക്കും അനുകൂലമായ കാര്യങ്ങൾ നൽകുവാൻ സാധിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. ധനപരമായ നേട്ടങ്ങൾ ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും നിങ്ങൾക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം കാര്യവിജയം, ഉദ്ദിഷ്ടകാര്യസിദ്ധി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. തൊഴിൽ ലബ്ധി, ബിസിനസ് പരമായ ഉയർച്ച, കൂടാതെ തൊഴിലുമായി ബന്ധപ്പെട്ട് അഥവാ കരിയറുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കാത്തതായ ചില നേട്ടങ്ങൾ, പ്രത്യേകിച്ചും തൊഴിൽ മാറ്റങ്ങൾ സംഭവിക്കാവുന്നതാണ്. വിദേശവുമായി ബന്ധപ്പെട്ട് ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് പഠനവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും ജോലിയുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും തുടക്കത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ ആ തടസ്സങ്ങളെ
തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. പ്രധാനമായും ജീവിതത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചില വ്യക്തികളെ അമിതമായി വിശ്വസിക്കുന്നത് മൂലം നഷ്ടങ്ങൾ സംഭവിക്കാം. ധനപരമായ പ്രയാസങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. കൂടാതെ ചില വ്യക്തികൾ മൂലം ധനപരമായ നഷ്ടങ്ങൾ വന്നു ചേരുക, മനസ്സിനെ അലോസരപ്പെടുന്നതായ ചില കാര്യങ്ങൾ സംഭവിക്കുക തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരാം. അതിനാൽ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകണം. കൂടാതെ ഈ സമയം ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി ഭാഗ്യം അഥവാ ഭാഗ്യദേവത കടാക്ഷിക്കുന്നതാണ്. അതിനാൽ വന്നു ചേരുന്നതായ ഏത് അവസരമാണ് എങ്കിലും അത് ശ്രദ്ധയോടെ തന്നെ വീക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു. വൃശ്ചികം രാശി. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് വിശാഖം, അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പല വിധത്തിലുള്ള പ്രയാസങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. കടബാധ്യതകളുണ്ട് എങ്കിൽ പോലും ആ കടബാധ്യതകളെ പരിഹരിക്കുവാനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയുന്നതാണ്. കൂടാതെ പല സാഹചര്യങ്ങളും നിങ്ങൾക്ക് അവസരങ്ങളാക്കി മാറ്റുവാൻ സാധിക്കും. സന്തോഷത്തിലേക്ക് എത്തുവാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഈ സമയം ആഡംബരത്തോടെയുള്ള മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നു എന്നതാണ് വാസ്തവം. സാമ്പത്തികപരമായി വളരെയധികം അഭിവൃദ്ധി പ്രാപിക്കുന്ന സമയമാണ്. കൂടാതെ സാമ്പത്തിക സ്ഥിതിയിലെ മാറ്റങ്ങൾ നിങ്ങളിൽ നേട്ടങ്ങൾ വർദ്ധിപ്പിക്കുന്നതാണ്. കൂടാതെ ആഗ്രഹങ്ങൾ പൂർണ്ണമായും സാക്ഷാത്കരിക്കപ്പെടുന്നു എന്ന കാര്യവും ഓർക്കുക. ജോലിയിലെ മാറ്റങ്ങൾ പോലും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം പുതിയ സാമ്പത്തിക വളർച്ചയ്ക്കുള്ള സാധ്യതകൾ വന്നു ചേരാം. പുതിയ ബിസിനസ് ആരംഭിക്കുന്നതിന് അനുകൂലമായ സമയമായി മാറും. സമ്പത്തിൻ്റെ ഒഴുക്ക് ഇവരുടെ ജീവിതത്തെ മാറ്റി മറിക്കുന്നതാണ്. വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും. സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതായ ഒരു സമയമാണ്. കൂടാതെ സാമ്പത്തിക അടിത്തറ ഉറപ്പാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഭൗതികമായ സുഖങ്ങൾ ആസ്വദിക്കുവാൻ സാധിക്കുന്നതായ സമയമാണ്. കൂടാതെ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. പല വ്യക്തികളുടെയും ചതി തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ്. തൊഴിൽപരമായി നിങ്ങൾ ആഗ്രഹിക്കുന്നതായ നേട്ടങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ സാധിച്ചു എന്ന് വരാം. സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്നതായ ചില പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. ഒപ്പമുള്ളവർക്ക് പോലും അനുകൂലമായ കാര്യങ്ങൾ നൽകുവാൻ സാധിക്കും. കൂടുതൽ സംതൃപ്തി, സന്തോഷകരമായ നിമിഷങ്ങൾ, ശുഭവാർത്തകൾ ജീവിതത്തിലേക്ക് തേടിയെത്തുവാൻ സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. ഈ സമയം പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ എടുത്തുചാട്ടം ഒഴിവാക്കേണ്ടതായ സമയമാണ്. ഭാഗ്യദേവത കടാക്ഷിക്കുന്നതായ സമയമാകുന്നു. അതിനാൽ തീർച്ചയായും ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ നേട്ടങ്ങൾ ഇരട്ടിപ്പിക്കുവാൻ സാധിക്കും. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം സ്വന്തമാക്കുവാൻ സാധിക്കും. ലോൺ, ചിട്ടി അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ധനസ്രോതസ്സുകളിൽ നിന്നുള്ള ധനം തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരുവാൻ സഹായകരമായി തീരും. ഈ അവസരം ശരിയായ രീതിയിൽ വിനിയോഗിക്കുക.